ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയങ്ങളിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കസ്കസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 1.25 ടീസ്പൂണോളം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിനെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 3 വിസിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുന്ന സമയത്ത് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം. ഈ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പാലാണ്. അപ്പോൾ അതൊരു കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളവും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് കൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടാവുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ലൂസായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി തിക്കായിട്ട് നിങ്ങൾക്ക് ഷേക്ക് പോലെ അങ്ങനെ ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്കിലേക്ക് വെള്ളവും പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജഗ്ഗിലേക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് ലൂസൊന്നുമല്ല, അത്യാവശ്യം ഒരു തിക്കിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കളറോട് കൂടെ തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കിട്ടുക. അപ്പോൾ നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കസ്കസ് ഞാനിവിടെ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജഗ്ഗിലേക്ക് തന്നെ മുഴുവനായിട്ട് കസ്കസൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാണാനുള്ളൊരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കസ്കസ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അനാറ് അല്ലെങ്കിൽ ഉറുമാമ്പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തും ഓപ്ഷനിലാണ്, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം അനാറും അതുപോലെ തന്നെ ആൽമണ്ടോ കാഷ്യൂ നട്ട്സോ ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുടിക്കാൻ തന്നെ ഇത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.